നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് നാം ഒരു ഇലക്ഷനിൽപ്പെട്ടവരല്ല, നാം സെലക്ഷനിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇലക്ഷനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അനുഭവത്തിൽ നാം ആത്മീകർക്ക്, വിശ്വാസികൾക്ക് ഇലക്ഷന് പങ്കെടുക്കാമോ, ഇലക്ഷന് നിൽക്കാമോ എന്നുള്ള ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനൊരു മറുപടി പറയുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം അതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക, എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്കിക്കേ. ആത്മീകരെന്ന് നാം പറയുകയും അഭിമാനിക്കുകയും ചെയ്തിട്ട് ഇഹലോക സംബന്ധമായ അധികാരങ്ങൾക്കും പദവികൾക്കും പത്രാസുകൾക്കും പുറകെ ഓടി നമ്മുടെ ജീവിതത്തെ അന്വർത്ഥമാക്കി കളയാതെ എന്തിനു വേണ്ടി എന്നെ വിളിച്ചു, എന്തിനു വേണ്ടി എന്നെ സെലക്ട് ചെയ്തു, അതിനുവേണ്ടി മാത്രം മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. സഭയുടെ നേതാക്കന്മാർ പലരും ഇലക്ഷന് വേണ്ടി ഒരുങ്ങണമെന്ന് ദൈവസഭയോട്, ദൈവജനത്തോട് പറയുമ്പോഴും അത് ശരിയോ തെറ്റോ എന്നൊക്കെ നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സഭകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിച്ചിട്ട് മുൻപോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ വലിയൊരു ആഗ്രഹം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരുപാട് ഡിനോമിനേഷനുകൾ ഈ പെന്തക്കോസ്റ്റ് ചർച്ചകളിൽ ഉള്ളപ്പോൾ ഇതെല്ലാം ഒന്നായി ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു മനസ്സോടെ മുൻപോട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല ഇത് എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അധികാര പദവിയിൽ അലങ്കരിക്കുന്ന, അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ചില ആത്മീക നേതാക്കളും ആത്മീക ശുശ്രൂഷകരും നമുക്കിടയിൽ ഉള്ളിടത്തോളം കാലം നമുക്കിതിന് കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നമുക്ക് ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാനും ഒരുങ്ങുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ വിധിക്കാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകാനുള്ള സാവകാശത്തെ വേർതിരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഭാ നേതാക്കന്മാർ, നമ്മുടെ ശുശ്രൂഷകർ, നേതൃത്വ നിലയിലുള്ളവർ, ഏത് മനോഭാവത്തിലുള്ളവരും ഏത് ആശയത്തിലുള്ളവരും ആയിക്കൊള്ളട്ടെ, എന്നാൽ അതിനപ്പുറത്ത് ഞാൻ നോക്കേണ്ടത് എൻ്റെ ശുശ്രൂഷകനെയല്ല, ഞാൻ നോക്കേണ്ടത് എൻ്റെ ആത്മീക നേതാവിനെയല്ല. എനിക്ക് നോക്കാനുള്ളത് എൻ്റെ രക്ഷകനും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൽ മാത്രമാണെന്നൊരു ബോധ്യം എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം തെറ്റിപ്പോവുകയില്ല. ഈ ആത്മീക നിലവാരത്തെ തെറ്റിക്കുന്ന ലൗകിക മോഹങ്ങൾ എൻ്റെ മേൽ അധപ്പതിക്കുകയില്ല, എൻ്റെ മേൽ വന്ന് വീഴുകയില്ല എന്നൊരു സത്യം അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, റിലീജിയനും പൊളിറ്റിക്കൽ പവറും എപ്പോഴും ഒന്നിച്ചു കഴിഞ്ഞാൽ അതൊരു റെവല്യൂഷനായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മതവും രാഷ്ട്രീയവും ഒന്നിക്കുന്ന സമയത്ത് അതൊരു വിപ്ലവമായി മാറും. ഒരിക്കലും തിരുവചനം, പഴയ നിയമ പ്രമാണം അനുസരിച്ച്, ദൈവം കൊടുത്ത ഉപദേശം അനുസരിച്ചും ഒരു രാജാവിനോ ഒരു പുരോഹിതനോ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഒരു രാജാവിന് അതിൻ്റെതായ സ്ഥിതിഗതികളും അതിൻ്റെതായ സ്വഭാവങ്ങളും അതിൻ്റെതായ നിയമങ്ങളുമുണ്ട്. പുരോഹിതന് അതിൻ്റെതായ കാര്യങ്ങളുമുണ്ട്. ഒരിക്കലും ഒരു രാജാവിന് പുരോഹിതനാകാനോ ഒരു പുരോഹിതന് രാജാവാകാനോ പറ്റുകയില്ല. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് അത് യേശുക്രിസ്തു മാത്രമാണ്. അവൻ രാജാവാണ്, അവൻ പ്രവാചകനാണ്, അവൻ പുരോഹിതനാണ്. അവനോട് അനുരൂപപ്പെടാൻ നമുക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. നമ്മളൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് നമ്മെ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും നമ്മൾ സന്നദ്ധരാകും. രാഷ്ട്രീയം വേണ്ടെന്നോ, വോട്ട് ചെയ്യേണ്ടെന്നോ, അധികാരത്തിൽ നിൽക്കേണ്ടെന്നോ ഇതൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുതെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് ഉചിതമെന്ന് തോന്നുന്നത് പരിശുദ്ധാത്മ പ്രേരണയിൽ അനുചിതമായ രീതിയിൽ ചെയ്യാൻ നമുക്ക് ദൈവം കൃപ നൽകി തരുമാറാകട്ടെ. എന്നാൽ അതിനപ്പുറത്ത് ഇതൊന്നും നമ്മുടെ ആത്മീക നിലവാരത്തെ തളർത്തിക്കളയുന്നതോ ആത്മീക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതോ ആയിക്കൂടാ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി സകലതും ഉപേക്ഷിച്ച് വിശുദ്ധിക്ക് വേണ്ടി നിന്നൊരു സമയം. ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാതെ ഏതു വിധേനയും നിത്യതയിലേക്ക് എത്തണമെന്ന് പ്രസംഗിച്ചൊരു കാലഘട്ടം. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്, നിത്യതയെക്കുറിച്ച്, നിത്യ നരകത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേർപെട്ട് നിൽക്കുന്ന ഒരു കൂട്ടമായി അന്ന് നിന്നപ്പോൾ ഇന്നത്തെ ജനറേഷനും മാറിപ്പോയി. ഇന്നത്തെ ഈ കാലത്തിൽ ആത്മീക നിലവാരത്തിൽ പോലും, ആത്മീക ഗോളത്തിൽ പോലും ബാഹ്യമായ ഇടപെടലുകൾ, ലൗകികമായ ഇഷ്ടങ്ങളും ലോകമോഹങ്ങളും കുത്തിക്കയറ്റിയിട്ട് ആത്മീക നിലവാരത്തെ ഇടിച്ചു കളയുന്ന എത്രയെത്രയോ ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ആത്മീകമായ അനുഭവങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോഴും ഇതൊന്നും നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കല്ലേ
എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ പ്രചരിക്കുന്നതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പല കാര്യങ്ങളിൽ ചിലതെന്ന് പറയുന്നത് ആത്മീക ഗോളത്തിന്റെ ഇടയിൽ തന്നെ സഭകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ശുശ്രൂഷകരുടെ ഇടയിൽ നടക്കുന്ന അധപ്പതിച്ച ആത്മീക തകർച്ചകളാണ്. തമ്മിൽ പിണക്കവും ഈർഷ്യയും വൈരാഗ്യവും, അധികാര പദവികൾക്ക് വേണ്ടി ചേർച്ചയില്ലാത്ത വാക്കുകൾ പറയുകയും അനുചിതമില്ലാത്ത വാക്കുകൾ നമ്മുടെ അതിർത്തിൽ നിന്ന് പുറത്തു വരികയും ആത്മീകനെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും, അത് വഴക്കും ഉന്തും തള്ളും അടിയുമായി അവസാനിക്കുന്ന ചില അനുഭവങ്ങൾ കണ്ണിന് മുൻപിൽ പെടുമ്പോൾ ഒരുപാട് വേദനയോടെയാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ നമുക്കും കഴിയണം. ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അധികാരമല്ല, പദവിയല്ല, രാഷ്ട്രീയമല്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തു നിത്യരാജാവായി വരുമ്പോൾ അവനോടുകൂടെ ഈ ഭൂമിയിൽ ഭരിക്കേണ്ടവരായി മാറേണ്ടതിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ഈ ലൗകിക ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകജനത്തെ ഭരിക്കാനും വേണ്ടി എഴുന്നേൽക്കുന്നതിനപ്പുറത്ത് നിത്യതയിൽ യേശുവിനോട് കൂടെ ഭരണകർത്താക്കളായി മാറാനുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ദൈവം തരട്ടെ. ഇലക്ഷൻ നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകട്ടെ. എന്നാൽ നമ്മെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് കത്തട്ടെ. നമ്മുടെ സഭാ നേതാക്കന്മാർ, നമ്മുടെ നേതൃത്വ നിലയിലുള്ളവർ, അവർക്ക് ബുദ്ധിക്ക് അനുസരിച്ച്, അവരുടെ പരിജ്ഞാനം അനുസരിച്ച്, ദൈവിക കൃപകൾ അനുസരിച്ച് കാര്യങ്ങൾ അവർ നിർവഹിക്കട്ടെ. ഒന്നും ദൈവ വഴിയെ തെറ്റിച്ച് കളയുന്നതായി, തിരുവചനത്തിന് അടിസ്ഥാനമല്ലാത്തതായി മാറട്ടെ എന്ന് മാത്രം നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതിൽ നിന്നും വ്യത്യസ്തരായി മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? വ്യത്യസ്തമായ ചിന്തകളിലേക്ക് നിങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിയുമോ? നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വീണത് ഒരു ഇലക്ഷൻ അല്ല, ഒരു സെലക്ഷൻ ആണ്. അതുകൊണ്ട് ഇലക്ഷന് ഭാഗമാകുന്നതിന് മുമ്പേ ഒരു സെലക്ഷന്റെ ഭാഗമായി മാറിയ ഞാൻ ആ വിശുദ്ധിയിലും ആ വേർപാടിലും ആ മനോഭാവത്തിലും ജീവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്കിന്ന് കഴിയണം. ഈ വഴക്കിന്റെയും വയ്യാവേലികളുടെയും ഇടർച്ചയുടെയും എല്ലാം മുൻപിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും ആത്മീക ഫലത്തെ പുറപ്പെടുവിക്കുന്നതിനായി മാറാൻ എനിക്ക് കഴിയണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിപ്പാനും നിങ്ങൾക്ക് കഴിയട്ടെ. ജീവിതത്തിൽ ഈർഷ്യയും പകയും പിണക്കവും വൈരാഗ്യവും വെച്ചുകൊണ്ട് നടക്കുന്ന ആത്മീകരെന്ന് അഭിമാനിക്കുന്ന എത്രയെത്ര ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്, നമ്മുടെ സഭകളിലുണ്ട്, നമ്മുടെ ദേവദാസന്മാരുടെ ഇടയിലുണ്ട്. മാറട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അധികാരത്തിലേക്ക് കയറാനല്ല, അടിയറവ് പറയുന്നവരായി മാറാനാ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവനോ വളരണം, ഞാനോ കുറയണം. ഇങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്ന് പറയുന്നത്. ആര് വേണമെങ്കിലും എന്നെ ചവിട്ടി ഉയർന്നു പോയിക്കോട്ടെ, എന്നാലും ഞാൻ താഴ്മയുള്ളവനായി ജീവിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനോഭാവത്തിലാണ് അത് വേണ്ടത്. ഞാൻ പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ഒന്നുമല്ലാത്തവനായി എല്ലാം അനുസരിച്ച് ജീവിക്കാനല്ല, ബുദ്ധിയോട് കാര്യപ്രാപ്തിയോടെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ലൗകികമായ അനുഭവങ്ങളിൽ എത്രമാത്രം താഴ്ന്നു കൊടുക്കാമോ ആ ഒരു താഴ്ച നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. യേശു ഈ ഭൂമിയിൽ വന്നത് അവനൊരു രാജാവാകാനായിട്ടായിരുന്നില്ല, ഇനി അവൻ വരും ഒരു രാജാവായി വാഴാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇപ്പോൾ നാം ജീവിക്കുന്നത് നേതൃത്വ അനുഭവങ്ങളെ പങ്കുവെക്കുന്നവരും അധികാരത്തിലേക്ക് കയറുന്നതിനപ്പുറത്തും ആത്മീക നിലവാരത്തിൽ ഉയർത്തപ്പെടുന്നവരായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ ഇനിയൊരു ലോകം വരുമ്പോൾ അവിടെ അധികാര പദവികൾ അലങ്കരിക്കുന്ന അനുഭവത്തിലേക്ക് മാറാൻ ദൈവം നമ്മെ സഹായിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ടത് അധികാരങ്ങൾ അലങ്കരിക്കേണ്ടത് ഈ ഒരു ലോകത്തിലല്ല, വരുവാനുള്ള ലോകത്തിലാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇഹലോകത്തിൽ യേശു തൻ്റെ ജീവിത സമയത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ശുശ്രൂഷ അനുഭവിക്കാൻ വന്നവനല്ല, ഞാൻ ശുശ്രൂഷിപ്പാൻ വന്നവനാണ്, ഞാനൊരു സെർവൻ്റ് ആയിട്ടാണ് വന്നതെന്ന്. ആ ഒരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. മറ്റുള്ളവർ എന്നെ ശുശ്രൂഷിക്കുന്നതിനപ്പുറത്ത്, മറ്റുള്ളവരുടെ അകമ്പടിയോടെ ഞാൻ സ്റ്റേജിലേക്ക് കയറാനും മുൻപോട്ട് പോകാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി തരുമാറാകട്ടെ. അതപ്പതിച്ച് കിടക്കുന്ന ലോകമനുഷ്യരുടെ ഇടയിൽ നമുക്ക് മാതൃകയുള്ള ജീവിതങ്ങളായി വളരാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താഴ്ന്നു കിടക്കുന്നവരെ കൈപിടിച്ച് ഉയർത്തുവാനും കഷ്ടപ്പെടുന്നവരും ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ ഒരു കൈത്താങ്ങലായി ഒരു സഹായമായി അവരുടെ അടുക്കലേക്ക് ചെന്നും അവരെ ഒന്ന് ശുശ്രൂഷിപ്പാനും നമുക്ക് കഴിയുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റട്ടെ. അതുകൊണ്ട് ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ചർച്ചകളിൽ നിങ്ങൾ പോകുന്നവരാണെങ്കിലും, ഏത് ദൈവദാസന്മാരുടെ കീഴിലുള്ളവരാണെങ്കിൽ നിങ്ങളെങ്കിൽ പോലും ഒരു കാര്യം തിരിഞ്ഞു ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ പർപ്പസുകളെ നിർവഹിക്കാനായി എനിക്ക് ദൈവം കൃപ തരണമേ എന്നുള്ളതാണ്. ഞാൻ നോക്കുന്നത് ഈ ലോകത്തിലെ അനുരൂപ
അനുരൂപമാക്കപ്പെടുന്ന അനുഭവങ്ങൾക്കപ്പുറത്ത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ, എൻ്റെ ആത്മീക ജീവിതത്തെ തളർത്തിക്കളയുന്ന ഒന്നിനും അനുരൂപപ്പെട്ടു പോകാതെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് നന്മയായി ജീവിപ്പാൻ, ഒരു അനുഗ്രഹമായി ജീവിപ്പാൻ എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇലക്ഷനിൽപ്പെട്ടവരല്ല, നിങ്ങൾ ഒരു സെലക്ഷന്റെ ഭാഗമായി മാറിയതുകൊണ്ട് നിരന്തരം ഫലം കായ്ക്കുന്നവരായി മാറാൻ ദൈവം നിങ്ങൾക്ക് സാവകാശം ഒരുക്കി തരട്ടെ. നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ, ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ നിങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ സാഹചര്യങ്ങൾ, സാധ്യതകൾ ദൈവം തുറന്നു തരട്ടെ. ആരെയും വെറുക്കാനല്ല, ആരോടും മത്സരിക്കാനല്ല, ആരോടും പിറുപിറുക്കാനോ പിണക്കം വെച്ചുകൊണ്ടിരിക്കാനല്ല, സ്നേഹിപ്പാനും ക്ഷമിപ്പാനും സന്തോഷത്തോട് മുൻപോട്ട് പോകാനും സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാനും ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ഉപദ്രവിച്ചാൽ, ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ കോപിപ്പിക്കുന്ന പ്രവണതകൾ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയണം, നിങ്ങൾക്ക് അവരെ ബഹുമാനിക്കാൻ കഴിയണം, നിങ്ങൾക്ക് അവരോട് ചേർന്നിരിക്കാൻ പറ്റണം. ആ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. നമ്മൾ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ, നമ്മളെ പീഡിപ്പിക്കുന്നവരോട് ചേർന്നിരിപ്പാൻ, നമ്മുടെ ശത്രുക്കളായവരെ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി കരുതുവാനും കൈത്താങ്ങൽ കൊടുക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുകയാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല അനുഭവങ്ങളെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി ജീവിപ്പാൻ, നല്ല ഫലത്തെ പുറപ്പെടുവിക്കുന്നവരായി മാറുവാനും, നിലനിൽക്കുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി മാറാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമാവുന്ന ജീവിതങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ, അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും എന്നെ അറിയിക്കുക. ആ കമന്റ് ബോക്സിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെങ്കിൽ ഒരുമിച്ച് ചിന്തിപ്പാനും പഠിപ്പാനും ആത്മീയ നിലവാരത്തിൽ മുൻപോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.